ഹലോ. അപ്പോൾ നമുക്ക് സെക്കൻഡ് ചാപ്റ്ററിലേക്ക് പോയാലോ? പോവാല്ലേ? അപ്പോൾ സെക്കൻഡ് ചാപ്റ്ററിൻ്റെ പേരാണ് ഘർ. എന്താണ് ഘർ? ഘർ എന്ന് പറഞ്ഞാൽ വീട്. അപ്പോൾ ഇതൊരു ആനന്ദ്മയി കവിതയാണ്. ആനന്ദ്മയി കവിത. അപ്പം നമുക്ക് കവിത വായിച്ചിട്ട് എന്താണ് ഇതിൻ്റെ മീനിങ് എന്ന് നോക്കാം. पप्पा क्यों अच्छा लगता है अपना प्यारा प्यारा घर, घूम घाम ले खेल खाल ले नहीं भूलता लेकिन घर. അതായത് ഈ കവിത ഒരു കുട്ടി അച്ഛൻ്റെ അടുത്ത് സംസാരിക്കുന്നതായിട്ടാണ് ഈ കവിതയിൽ പറഞ്ഞിരിക്കുന്നത്. കണ്ടോ, പാപ്പ അച്ഛ എന്ന് വിളിക്കുകയാണ്. അപ്പോൾ പാപ്പ എന്ന് പറഞ്ഞിട്ട് കുട്ടിയാണ് സംസാരിക്കുന്നത്. ആരോടാണ്? അച്ഛനോട്. അപ്പോൾ കുട്ടി അച്ഛനോട് ചോദിക്കുകയാണ്, ക്യോ അച്ഛാ ലഗ്താ ഹേ, എന്തുകൊണ്ടാണ് നമുക്ക് നന്നായിട്ട് തോന്നുന്നത്? നമുക്ക് അച്ഛാ ലഗ്താ ഹേ എന്നാണ് നന്നായിട്ട് ഫീൽ ചെയ്യുന്നത്. അപ്ന പ്യാരാ പ്യാരാ ഘർ, എന്തുകൊണ്ടാണ് നമുക്ക് നമ്മുടെ പ്യാരാ പ്യാരാ ഘർ, നമ്മുടെ വീടിനോട് നമുക്ക് ഇത്ര ഇഷ്ടം തോന്നുന്നത് എന്തുകൊണ്ടാണ് അച്ഛാ? घूम घाम ले खेल खाल ले नहीं भूलता लेकिन घर, നമ്മൾ എവിടെയൊക്കെ കറങ്ങാൻ പോയാലും, ഘൂം ഘാം എന്ന് പറഞ്ഞാൽ കറങ്ങാൻ പോവുക, ഖേൽ ഖാൽ എന്ന് പറഞ്ഞാൽ കളിക്കാൻ പോവുക. അപ്പം എവിടെയൊക്കെ കറങ്ങാൻ പോയാലും എവിടെയൊക്കെ കളിക്കാൻ പോയാലും നമ്മൾ നമ്മുടെ വീട് നഹി ഭൂലത്ത ലേക്കിൻ ഘർ, ഒരിക്കലും ഭൂൽന എന്ന് പറഞ്ഞാൽ ഭൂൽത്ത എന്ന് പറഞ്ഞാൽ മറന്നു പോവുക. ഒരിക്കലും നമ്മൾ വീട് മറന്നു പോകുന്നില്ല. അപ്പോൾ നമ്മൾ അച്ഛനോട് ചോദിക്കുക, എന്തുകൊണ്ടാണ് അച്ഛാ നമുക്ക് നമ്മുടെ വീട് ഭയങ്കര ഇഷ്ടം തോന്നുന്നത്? നമ്മൾ എവിടെ കറങ്ങാൻ പോയാലും എവിടെ കളിക്കാൻ പോയാലും നമ്മൾ നമ്മളെ വീടിനെ എന്തുകൊണ്ടാണ് മറന്നു പോവാത്തത്? മനസ്സിലായോ? നെക്സ്റ്റ് ലൈൻ. नहीं आपको लगता पापा है माँ की गोदी सा घर, प्यारी प्यारी ममता वाला सुंदर सुंदर न्यारा घर. അതായത് നെഹി ആപ്കോ ലഗ്താ പാപ്പ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അച്ഛന് തോന്നുന്നില്ലേ? ആപ്കോ ലഗ്താ പാപ്പ, അതായത് അച്ഛന് തോന്നുന്നില്ലേ? മാം കി ഗോദി ജൈസ ഘർ, നമ്മുടെ വീട് അമ്മയുടെ, നമുക്ക് ഏറ്റവും ഇഷ്ടം എന്താണ്? നമ്മുടെ അമ്മ എടുത്ത് നമ്മുടെ തോളിലോട് അണച്ച് വെക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമല്ലേ? അപ്പം നമുക്ക് നമ്മുടെ വീടിന് അതുപോലെ തോന്നുന്നില്ലേ? നമ്മുടെ സ്വന്തമാണ്, നമുക്ക് ഏറ്റവും സ്നേഹവും സന്തോഷവും സേഫും ആയിട്ടുള്ള പ്ലേസ് ആയിട്ട് തോന്നുന്നില്ലേ? പ്യാരി പ്യാരി മമത വാല, ഭയങ്കര സ്നേഹം നിറഞ്ഞ, പ്യാരി പ്യാരി സ്നേഹം നിറഞ്ഞ, നമുക്ക് ദയ നിറഞ്ഞ, സുന്ദർ സുന്ദർ ഭംഗിയുള്ള ന്യാരാഘർ അല്ലേ? അച്ഛനും തോന്നുന്നില്ലേ നമ്മളെ വീടിനെ പറ്റി? അപ്പം ആ കുട്ടി ചോദിക്കുകയാണ്, थककर जब वापस आते हैं कैसे बिछ बिछ जाता घर, घिला पिला आराम दिलाकर नई ताजगी देता घर. അതായത് थक कर जब वापस आते हैं, നമ്മൾ ക്ഷീണിച്ച് വീട്ടിൽ നിന്ന് പുറത്ത് പോയിട്ട് നമ്മൾ എന്നും പോയി തിരിച്ചു വരുമ്പോൾ നമ്മൾ ക്ഷീണിച്ച് തിരിച്ചു വരിക. വാപ്പസ് ആത്തേന്ന് പറഞ്ഞാൽ തിരിച്ചു വരിക. കേസെ ബിച്ച് ബിച്ച് ജാത്താകർ, നമ്മളെ എങ്ങനെയാണ് വെൽക്കം ചെയ്യുക? എന്താ പറയുക, നമുക്ക് വേണ്ടി വീട് ഒരു സ്പ്രെഡായി കിടക്കുന്നു. നമുക്ക് തിരിച്ചു വരുമ്പോഴേക്കും നമുക്ക് കയറി ചെല്ലാൻ വേണ്ടി വീട് റെഡി ആയിട്ടിരിക്കുന്നല്ലേ? ബിച്ച് ജാത്താ ഹേ ഘർ, ജാത്താ ഘർ. ഖില പില, ഖില എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിപ്പിച്ച്, പില എന്ന് പറഞ്ഞാൽ കുടിപ്പിച്ച്, ആരാം ദിലാക്കർ നമ്മുടെ ക്ഷീണമൊക്കെ മാറ്റി നമ്മൾക്ക് റെസ്റ്റ് എടുപ്പിച്ച്, ആരാം എന്ന് പറഞ്ഞാൽ റെസ്റ്റ്, ആ റെസ്റ്റൊക്കെ ദിലാക്കർ റെസ്റ്റൊക്കെ തന്ന്, നെയ് താസഗി, നെയ് എന്ന് പറഞ്ഞാൽ പുതിയ, താസഗി എന്ന് പറഞ്ഞാൽ എനർജി, ഒരു ഫ്രഷ്നെസ്, താജ എന്ന് പറഞ്ഞാൽ ഫ്രഷ്. അപ്പോൾ താസഗി എന്ന് പറഞ്ഞാൽ നമുക്കൊരു പുതിയ ഒരു ഫ്രഷ് ആയിട്ടുള്ള എനർജി ദേത്താ ഘർ, തരും വീട്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പം നമുക്ക് നമ്മളെ വെൽക്കം ചെയ്യാൻ വേണ്ടി നമ്മൾ ക്ഷീണിച്ച് തിരിച്ചു വരുമ്പം വീട് അവിടെ കാത്തിരിക്കുന്നുണ്ടാവും അല്ലേ? നമുക്ക് ഭക്ഷണവും വെള്ളവും റെസ്റ്റും ഒക്കെ തന്ന് നമ്മളെ വീട് നമുക്ക് എനർജി തരും, നമുക്കൊരു പുതിയ എനർജി തരും. അപ്പോൾ എങ്ങനെയുണ്ട് കവിത? ഇഷ്ടപ്പെട്ടോ?
അപ്പം നിങ്ങൾക്ക് ഇതേപോലെ തന്നെയാണോ നിങ്ങളുടെ വീട്? നിങ്ങൾ എവിടെ പോയാലും എവിടെയൊക്കെ പോയാലും ഫൈനലി നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ ഒരു സന്തോഷം കിട്ടാറുണ്ടോ? ഉണ്ടല്ലേ? നമുക്ക് എല്ലാവർക്കും അങ്ങനെയായിരിക്കും. നമ്മുടെ വീടെന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും സ്പെഷ്യലായിരിക്കും. നമുക്ക് എപ്പോഴും നമ്മൾ എവിടെയാണെങ്കിലും നമ്മുടെ വീടിനെ പറ്റി ആലോചിക്കുന്ന സമയത്ത് നമുക്കൊരു സന്തോഷവും ഒക്കെ തോന്നും. നമ്മൾ എവിടെയൊക്കെ പോയാലും നമുക്ക് തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് എത്താൻ തോന്നും. അങ്ങനെ തന്നെയാണ് ഈ കവിതയിലെ കുട്ടിയും പറയുന്നത്. കുട്ടി അച്ഛനോട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് അല്ലേ? ഓക്കെ, അപ്പോൾ എല്ലാവരും കവിത നല്ല ഈണത്തിലൊന്ന് വായിച്ച് നോക്കുക. നമുക്കിതിൻ്റെ എക്സസൈസ് ഒന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ബാത്ചീത് കേലിയേ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങളുടെ ടീച്ചേഴ്സ് ക്ലാസ്സിൽ നിങ്ങൾക്ക് നോട്ട്സിൽ എഴുതി തരും. അപ്പോൾ നിങ്ങൾ ആ ലൈൻ കൃത്യമായിട്ട് ആ ലൈൻ മാത്രം പഠിക്കുക. പിന്നെ ഈ ക്വസ്റ്റ്യൻ്റെ മീനിങ് ഒക്കെ നമുക്ക് ഇവിടുന്ന് ഡിസ്കസ് ചെയ്യാം. പക്ഷേ കൃത്യമായ ലൈൻസ് ടീച്ചേഴ്സ് പറഞ്ഞു തരുന്നത് പഠിക്കുക. കാരണം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഹിന്ദി കുറച്ച് ബുദ്ധിമുട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചു വരുന്നല്ലേ ഉള്ളൂ. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നിങ്ങളെപ്പോഴും ടീച്ചേഴ്സ് പറയുന്ന കറക്റ്റ് സെൻറ്റൻസ് പഠിക്കുക. ഇവിടെ നമുക്കതിൻ്റെ മീനിങ് എന്താണെന്നൊന്ന് നോക്കാം. आपको अपने घर में सबसे अधिक क्या अच्छा लगता है और क्यों? आपको अपने घर में, നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ സബ്സെ അധിക് ഏറ്റവും കൂടുതൽ ക്യാ അച്ഛാ ലഗ്താ ഹെ, എന്താണ് ഇഷ്ടമുള്ളത്? ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് വീട്ടിൽ ഇഷ്ടമുള്ളത് എന്താണ്? ഓർ ക്യോ, എന്താണ് അതിൻ്റെ റീസൺ? ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ, ഇപ്പം നിങ്ങൾക്ക് വീട്ടിൽ നിങ്ങളുടെ ബെഡ്റൂമാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കളിക്കുന്ന സ്ഥലമാണ്, നിങ്ങളുടെ ടോയ്സാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ കിച്ചണാണ്. അപ്പോൾ അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൻസർ അതിൽ എഴുതാം. ഓക്കെ, അപ്പം ഈ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് ഇതേപോലെ ലൈൻസ് മാറ്റി എഴുതണം കേട്ടോ. ആപ്കോ എന്നാണ് ക്വസ്റ്റ്യനിൽ. അപ്പം നമ്മൾ ഉത്തരം എഴുതുമ്പോൾ എന്തെഴുതണം? മുझे अपने घर में सबसे अधिक, ഇവിടെ ക്യാ, ക്വസ്റ്റ്യൻ ക്യാ ആണ്. അപ്പോൾ അവിടെ നമ്മൾ മാറ്റി എഴുതാം. നമുക്ക് എന്താണ് ഇഷ്ടം, അപ്പോൾ അത് അവിടെ എഴുതുക കേട്ടോ. അച്ഛാ ലഗ്താ ഹെ, അത്രയും മതി. അത് കഴിഞ്ഞിട്ട് ഓർ ക്യോ, അപ്പോൾ നിങ്ങൾ എന്താണോ എഴുതുന്നത് അതിൻ്റെ ഒരു ചെറിയ ലൈൻ, ഒരു റീസണിങ് കൂടി എഴുതുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആപ്കോ കബ് കബ് ഘർ കി യാദ് ആത്തി ഹെ, നിങ്ങൾക്ക് എപ്പോഴെപ്പോഴൊക്കെയാണ് വീടിൻ്റെ ഓർമ്മകൾ വരിക? അപ്പം നിങ്ങൾ സാധാരണ എല്ലാ ദിവസവും നിങ്ങളുടെ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത് അല്ലേ? അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ വെക്കേഷനൊക്കെ ആവുന്ന സമയത്ത് നമ്മൾ ഗ്രാൻഡ് പാരൻസിൻ്റെ കൂടെ താമസിക്കാൻ പോവും അല്ലേ? അല്ലെങ്കിൽ ചിലപ്പോൾ ചില റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ താമസിക്കാൻ പോവും. അല്ലെങ്കിൽ നമ്മൾ കുറേ ദിവസം ട്രിപ്പിനൊക്കെ പോകുന്ന സമയത്ത് പുറത്ത് നിൽക്കേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ ഏതെങ്കിലും സിറ്റുവേഷനിലായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ആ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ അത് ഹിന്ദിയിൽ എഴുതുക. അപ്പം വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. ആപ്കോ ആണ് ക്വസ്റ്റ്യൻ. അപ്പം നമുക്ക് മുझे जब मैं दादी के घर जाती है तब घर की याद आती है, അങ്ങനെ പലതും എഴുതാം. ഇപ്പോൾ ഈ പറഞ്ഞ സെൻറ്റൻസ് ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രമാണ്. നിങ്ങൾ ടീച്ചേഴ്സ് കൃത്യമായി എഴുതി തരും. അത് അതുപോലെ പഠിക്കാം. घर को माँ की गोदी सा क्यों कहा गया है? എന്തുകൊണ്ടാണ് ഘർക്കോ മാ കി ഗോദി, അമ്മയുടെ മടിയിൽ നിന്നുള്ളൊരു, നമ്മൾ അമ്മയുടെ മടി എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട് അമ്മയുടെ മടി പോലെയാണോ? അല്ല. നമുക്ക് നമ്മുടെ അമ്മയുടെ മടിയിലിരിക്കുമ്പോൾ, ചെറിയ കുട്ടിയാകുമ്പോഴൊക്കെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്താണ്? എപ്പോഴും പറയില്ലേ അമ്മ എന്നെ എടുക്കുക എന്ന് പറയില്ലേ? എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് അവിടെ ഏറ്റവും സേഫായിട്ട് ഫീൽ ചെയ്യും. നിങ്ങൾക്ക് ഭയങ്കര ലവ്ഡായിട്ട്, നമുക്ക് ഏറ്റവും നമ്മുടെ സ്നേഹമുള്ള ഒരു സ്ഥലമായിട്ട് ഫീൽ ചെയ്യും. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് അമ്മയുടെ മടി അല്ലെങ്കിൽ മാ കി ഗോദി ആയിട്ട് നമ്മുടെ വീടിനെ കമ്പയർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, कोई ऐसे घटना सुनाइए जब पूरे परिवार ने साथ मिलकर घर का कोई काम किया हो. അപ്പോൾ कोई ऐसे घटना सुनाइए, നിങ്ങൾ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ പറയൂ. ജബ് പൂരെ പരിവാർ, ഫുൾ ഫാമിലി, സാത്ത് മിൽക്കർ, ഒരുമിച്ച് നിന്ന്, ഘർ കാ കോയി കാം, വീട്ടിലുള്ള ഒരു കാര്യം, കിയാഹോ. അപ്പോൾ നിങ്ങളുടെയൊക്കെ വീട്ടിൽ എല്ലാവരും കൂടിയിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? എന്തെങ്കിലും ഓരോ കാര്യങ്ങൾ. ഫോർ എക്സാമ്പിൾ, നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷൻ വരികയാണെന്ന് വിചാരിക്കാം. അപ്പോൾ വീടൊക്കെ അലങ്കരിക്കണം. അപ്പോൾ എങ്ങനെയാണ്? അച്ഛനും അമ്മയും ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് മദറും, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയാണോ ഉള്ളത് നിങ്ങളും കൂടി ചേർന്നിട്ടല്ലേ അതിന് വേണ്ടി ചെയ്യുക. അതിന് ചിലപ്പോൾ ആരെങ്കിലും ഒരു ഗസ്റ്റ് വരുന്നുണ്ടെങ്കിൽ വീട് ക്ലീൻ ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കല്യാണം വരുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ചെയ്യുക. അപ്പോൾ അങ്ങനത്തെ എന്ത് കാര്യങ്ങളിലാണോ നിങ്ങളെല്ലാവരും കൂടി ഫുൾ ഫാമിലി ഒരുമിച്ചിരുന്ന് ചെയ്യുന്ന കാര്യങ്ങൾ, എന്തെങ്കിലും ഒരു കാര്യം ഓർത്തെടുത്ത് പറയാം. ഓക്കെ, അപ്പോൾ അതാണ് ഈ ക്വസ്റ്റ്യൻ്റെ മീനിങ്. നെക്സ്റ്റ്, ഖോജെ ജാനെ,
घर कविता अपनी परिवार के किसी സദസ്യ को सुनाइए. അപ്പം ഇപ്പം ഈ നമ്മൾ പഠിച്ച കവിതയില്ലേ ഘർ എന്ന് പറഞ്ഞ കവിത നമ്മുടെ ഫാമിലിയിൽ ഉള്ള ഏതെങ്കിലും ഒരാൾക്ക് പാടിക്കൊടുക്കുക. घर या परिवार पर उनसे कोई अन्य कविता या कहानी सुनाने के लिए कहिए. അപ്പോൾ ഇതേപോലെ വീടിനെ പറ്റിയോ പരിവാറിനെ പറ്റിയോ അല്ലെങ്കിൽ ഫാമിലീനെ പറ്റിയോ ഒക്കെ ഉള്ള എന്തെങ്കിലും ഒരു കവിത നമുക്ക് അയാളോടും അവരോടും തിരിച്ച് നമുക്ക് പാടിത്തരാൻ പറയാം അല്ലേ. അപ്പോൾ ഘർ എന്ന് പറഞ്ഞ കവിത നമ്മൾ അവർക്ക് പാടിക്കൊടുക്കുക, എന്നിട്ട് അവരെടുത്ത് അവർക്കറിയാവുന്ന ഒരു കവിത ഇങ്ങോട്ടും പാടിത്തരാൻ പറയാം. अपने परिवार के लोगों से बात करके पता कीजिए और लिखिए. അപ്പോൾ ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ള അമ്മയുടെ അടുത്തോ അച്ഛൻ്റെ അടുത്തോ ഒക്കെ ചോദിച്ചിട്ട് മനസ്സിലാക്കിയതിന് ശേഷം ഇതിൻ്റെ ഉത്തരം ഇവിടെ എഴുതുക. കുറച്ച് റിലേറ്റീവ്സിൻ്റെ ഇതാണ് തന്നിരിക്കുന്നത്. അവരെ നിങ്ങൾ എന്താണ് വിളിക്കുന്നതെന്ന് എവിടെ എഴുതണം. അപ്പം നമുക്ക് നിങ്ങൾ എന്താ വിളിക്കുന്നതെന്ന് നിങ്ങൾ എഴുതണം. എന്നാൽ നമുക്ക് ജനറലായിട്ട് ഹിന്ദിയിൽ എന്താ പറയുക എന്നുള്ളത് നോക്കാം. ആപ്കി മാക്കെ ബഹൻ, മാക്കെ ബഹൻ എന്താ നിങ്ങൾ വിളിക്കുക? നിങ്ങൾ ചിലപ്പം ചെറിയമ്മ, ഇലയമ്മ, പിന്നെ മേമ അങ്ങനെ പലതും വിളിക്കും അല്ലേ. മാക്കെ ബഹൻ അമ്മയുടെ സിസ്റ്ററിനെ, അല്ലെങ്കിൽ വലിയമ്മ അങ്ങനെ വിളിക്കും. ഓക്കെ, അപ്പം നമുക്ക് ഹിന്ദിയിൽ സാധാരണയായിട്ട് അമ്മയുടെ സിസ്റ്ററിനെ നമ്മൾ മാസി എന്നാണ് വിളിക്കുക. എന്താണ്? മാസി. അപ്പോൾ മാസി, അപ്പോൾ നമ്മൾ റെസ്പെക്റ്റോടെ ഹിന്ദിയിലാകുമ്പോൾ നമ്മൾ റെസ്പെക്റ്റോടെ പറയുമ്പോൾ മാസി ജി. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും മാസി എന്ന് കേൾക്കുമ്പോൾ അത് അമ്മയുടെ സിസ്റ്ററാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അതുപോലെ ആപ്കി മാക്കെ ബായ്, മാൻ്റെ ബ്രദർ, അമ്മയുടെ ബ്രദർ ആരാ? അങ്കിൾ അല്ലേ, മാമൻ അല്ലെങ്കിൽ അമ്മാവൻ അങ്ങനെയൊക്കെ പറയും. അപ്പം നിങ്ങൾ എന്താ വിളിക്കുക എന്നുള്ളത് നിങ്ങൾ നോക്കുക. നമ്മൾ സാധാരണ ഹിന്ദിയിൽ മാമാജി, മാമ അല്ലെങ്കിൽ മാമാജി, അമ്മയുടെ ബ്രദറിനെ മാമാജി എന്നാണ് വിളിക്കുക. ഇനി ആപ്കെ പിതാജി കെ ബഹൻ, അച്ഛൻ്റെ സിസ്റ്ററിനെ എന്താ വിളിക്കുക? അതിന് പറയുന്ന പേരാണ് ബുവാജി, ബുവാജി. ഓക്കെ, ആപ്കെ പിതാജി കെ ഭായ്, അച്ഛൻ്റെ, നേരത്തെ നമ്മൾ അമ്മയുടെ സിസ്റ്ററിനെ പറഞ്ഞ പോലെ അച്ഛൻ്റെ ബ്രദർ, അച്ഛൻ്റെ ആണെങ്കിൽ യങ്ങർ ബ്രദർ ആവാം, എൽഡർ ബ്രദർ ആവാം. ഓക്കെ, അപ്പോൾ യങ്ങർ ബ്രദർ ആണെങ്കിൽ നമ്മൾ വിളിക്കുക ചാച്ചാജി, അച്ഛൻ്റെ അനിയനാണെങ്കിൽ ചാച്ചാജി, അച്ഛൻ്റെ ചേട്ടനാണെങ്കിൽ താവുജി, താവുജി. ഓക്കെ, അതൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് നിങ്ങൾ എന്താ വിളിക്കുക എന്നുള്ളത് ഇവിടെ കോളത്തിൽ എഴുതുക. അപ്പോൾ സെക്കൻഡ് ചാപ്റ്റർ ഒരു ചെറിയ ചാപ്റ്ററാണ്, ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും പഠിക്കുക, മനസ്സിലാക്കുക. ബായ്.